നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. വരവൂർ തളിയിൽ ആന ഇടഞ്ഞ് റോഡിൽ നിന്നത് പരിഭ്രാന്തി പരത്തി. പാർത്ഥസാരഥി എന്ന ആനയാണ് ഇടഞ്ഞ് റോഡിൽ നിലയുറപ്പിച്ചത്. രാവിലെ 11:15ഓടെയാണ് സംഭവം. 3 മാസമായി തളിയിലെ പറമ്പിൽ ആനയെ തളച്ചിരുന്നു. കെട്ടഴിഞ്ഞ ആന തളി ശിവക്ഷേത്രത്തിന് സമീപത്തുള്ള റോഡിൽ ഇറങ്ങി നിൽക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് ഈ റോഡിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. എന്നാൽ മറ്റനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. പാപ്പാന്മാർ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ശ്രമം പാഴായി. 1 മണിക്കൂറിന് ശേഷം എലഫന്റ് സ്ക്വാഡ് സ്ഥലത്തെത്തി ആനയെ തളച്ചു. ചാവക്കാട് നഗരത്തിലെ ട്രാഫിക് പരിഷ്കരണത്തിൽ സമഗ്രമായ മാറ്റങ്ങൾ വരുത്തണമെന്ന് ചാവക്കാട് താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യം. അപകടങ്ങൾ നിയന്ത്രിക്കുന്നതിനും സുഗമമായ യാത്രയ്ക്കുമായി ട്രാഫിക് പരിഷ്കരണത്തിൽ മാറ്റങ്ങൾ വേണമെന്ന് പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. ചാവക്കാട് ടൗണിലെ പ്രധാന ഭാഗങ്ങളിൽ മാഞ്ഞുപോയ സീബ്ര ലൈനുകൾ സ്ഥാപിക്കുക, ഫുട്പാത്തുകളിൽ കാൽനടയാത്രക്കാർക്ക് തടസ്സമായി കിടക്കുന്ന കേബിളുകളും വൈദ്യുതി കമ്പികളും മാറ്റുക, സ്പീഡ് ഗവർണറില്ലാത്ത വാഹനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക, അനധികൃതമായി മത്സ്യബന്ധനം നടത്തിയ മത്സ്യങ്ങൾ മാർക്കറ്റുകളിൽ വിൽക്കുന്നതായും ഇതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങളും യോഗത്തിൽ ഉയർന്നു. മാസങ്ങൾക്ക് മുമ്പ് അറ്റകുറ്റപ്പണി നടത്തിയ ചാവക്കാട് മുതൽ പഞ്ചാരമുക്ക് വരെയുള്ള റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. അതിനാൽ കരാറുകാർക്കെതിരെ നടപടി സ്വീകരിക്കുക. ചാവക്കാട് പുന്നയിൽ കുടിവെള്ള പൈപ്പുകളിൽ നിന്നും ചുവപ്പ് കലർന്ന കലങ്ങിയ വെള്ളമാണ് വരുന്നതെന്നും വാട്ടർ അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി തഹസിൽദാർ ടി സൂരജ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ MK ഷംസുദ്ദീൻ, KH ഷാഹുൽ ഹമീദ്, TP ഷാഹു, വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ സ്വർണം, വെള്ളി, പണനിക്ഷേപം ഉൾപ്പെടെയുള്ള മുഴുവൻ സ്വത്തുവകകളെക്കുറിച്ചും കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് BJP തൃശൂർ നോർത്ത് ജില്ലാ സമ്പൂർണ്ണ സമിതി യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. BJP ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ യോഗം ഉദ്ഘാടനം ചെയ്തു. വരുന്ന തിരഞ്ഞെടുപ്പിൽ LDF-നും UDF-നും വോട്ട് ചോദിക്കാൻ യോഗ്യതയില്ലെന്നും പ്രധാനമന്ത്രി കേരളത്തിൽ നടപ്പിലാക്കുന്ന കേന്ദ്ര പദ്ധതികൾ ഏറ്റുപിടിക്കുകയാണ് പിണറായി വിജയനെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി പാസാക്കിയ പ്രമേയം ജില്ലാ ജനറൽ സെക്രട്ടറി KR അനീഷ് മാസ്റ്ററും ജില്ലാ കമ്മിറ്റി പാസാക്കിയ പ്രമേയം ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ കൂടിയിടത്തും അവതരിപ്പിച്ചു. ചടങ്ങിൽ കർഷക മോർച്ച ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജയസൂര്യൻ, സംസ്ഥാന സമിതി അംഗങ്ങളായ ദയാനന്ദൻ മാമ്പുള്ളി, IN രാജേഷ്, അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, മേഖലാ വൈസ് പ്രസിഡന്റ് അനീഷ് ഇയാൽ തുടങ്ങിയവർ സംസാരിച്ചു. കോടി ജനങ്ങൾക്ക് ഇപ്പോൾ സൗജന്യമായി 5 കിലോ അരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പട്ടിണി മരണം ഭാരതത്തിലില്ല. കൊറോണയുടെ സമയത്ത് പോലും പട്ടിണി മരണം ഉണ്ടായിട്ടില്ല. ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നു കേരളത്തിൽ അതിദാരിദ്ര്യം ഇല്ലാതാകും. എന്താ ഇനി പറയാൻ കാരണം എന്നറിയാം? അദ്ദേഹത്തിന് ഉറപ്പാണ് 5 കിലോ അരി മൂടി കൊടുക്കുന്നുണ്ടല്ലോ. 5 കിലോ അരി സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് പാവങ്ങൾ അത് കിട്ടുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് നല്ല ഉറപ്പാണ്. അതുകൊണ്ടാണ് അതിന്റെ ബലത്തിലാണ് പറയുന്നത് കേരളത്തിൽ ഇനി അതിദരിദ്രരുണ്ടാവില്ല. പുന്നയൂർകുളം നാലപ്പാടൻ സ്മാരക സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ നാലപ്പാട്ട് നാരായണ മേനോൻ ജന്മദിനാഘോഷവും പുരസ്കാര സമർപ്പണവും ചൊവ്വാഴ്ച നടക്കും. ഉച്ചതിരിഞ്ഞ് 3-ന് കുന്നത്തൂർ മന ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള നാലപ്പാടൻ പുരസ്കാരം സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K സച്ചിദാനന്ദന് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാല വൈസ് ചാൻസലർ CR പ്രസാദ് സമ്മാനിക്കും. സമിതി പ്രസിഡന്റ് TP ഉണ്ണി അധ്യക്ഷനാകും. കവി ആലങ്കോട് ലീലാകൃഷ്ണൻ പ്രഭാഷണം നടത്തും. കോമളവല്ലിയുടെ കവിതാ സമാഹാരം പ്രകാശനവും ചടങ്ങിൽ നടക്കുമെന്ന് നാലപ്പാടൻ സ്മാരക സാംസ്കാരിക സമിതി ഭാരവാഹികളായ AK സതീഷ് കുമാർ, ചോ മുഹമ്മദ് ഉണ്ണി, P രാമദാസ് എന്നിവർ അറിയിച്ചു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ചൊവ്വന്നൂർ ബ്ലോക്കിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷവും വിമുക്ത ഭട കുടുംബസംഗമവും സംഘടിപ്പിച്ചു. കുന്നംകുളം ടൗൺ ഹാളിൽ നടന്ന ചടങ്ങ് വേൾഡ് റെക്കോർഡ്സ് സംസ്ഥാന പ്രസിഡന്റ് ഗിന്നസ് സത്താറാദൂർ ഉദ്ഘാടനം ചെയ്തു. സംഘടന ചൊവ്വന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് MK കുഞ്ഞവറു അധ്യക്ഷത വഹിച്ച യോഗത്തിന് വൈസ് പ്രസിഡന്റ് AC രാമു സ്വാഗതം പറഞ്ഞു. KSESL തൃശൂർ ജില്ലാ പ്രസിഡന്റ് അശോക് കുമാർ, തൃശൂർ ജില്ലാ മഹിളാ വിംഗ് പ്രസിഡന്റ് ശോഭന വിദ്യാസാഗർ എന്നിവർ മുഖ്യാതിഥികളായി. സെക്രട്ടറി KM നന്ദകുമാർ വാർഷിക റിപ്പോർട്ടും സംഘടനാ ട്രഷറർ MO ഫിലിപ്പോസ് വാർഷിക കണക്കും അവതരിപ്പിച്ചു. കലാപരിപാടികളും സ്നേഹവിരുന്നുമുണ്ടായി. കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി. ഒരാൾ ജീവിതത്തിലൊരു ഡ്യൂട്ടിയായി പട്ടാളം അല്ലെങ്കിൽ മിലിറ്ററിയിൽ ജോലി ചെയ്യുമ്പോൾ
അവൻ തൻ്റെ ജീവനേക്കാളും രാജ്യത്തിൻ്റെ സുരക്ഷയാണ്, ദേശീയ ബോധമാണ്. തൻ്റെ ജീവനേക്കാളും ഞാൻ വില നൽകുന്നത് എൻ്റെ രാജ്യത്തിന് വേണ്ടിയാണ് എന്നുള്ള ഒരു പ്രതിജ്ഞ ഉള്ളത് കൊണ്ടാണ് ഒരാൾ പട്ടാളക്കാരനായി മാറുന്നത്. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നൈപുണ്യ വികസന കേന്ദ്രം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളിലെ അറിവുകളും കഴിവുകളും വളർത്തുക, പഠനത്തോടൊപ്പം തൊഴിലും പരിശീലിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് സർവശിക്ഷ കേരള നൈപുണ്യ വികസന പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ചടങ്ങിൽ PTA കമ്മിറ്റി തയ്യാറാക്കിയ സ്കൂളിന്റെ ലോഗോയുടെ പ്രകാശനവും MLA നിർവഹിച്ചു. വിദ്യാഭ്യാസത്തെയും കുട്ടികളുടെ അറിവിനെയും തൊഴിലുമായി ബന്ധപ്പെടുത്തുന്നതോടൊപ്പം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് നാടിന്റെ സമ്പദ് വ്യവസ്ഥ ഉയർത്തുക എന്ന സർക്കാർ ഉദ്ദേശമാണ് ഈ പദ്ധതിയിലൂടെ നടപ്പാക്കുന്നതെന്ന് MLA പറഞ്ഞു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ അറിവുകളുണ്ട്, നമുക്ക് സ്ഥാപനങ്ങളുണ്ട്. അതുവഴി പരിശീലിപ്പിക്കാൻ കഴിയണം. ആ പരിശീലനത്തിൻ്റെ ഭാഗമായി ധാരാളം തൊഴിലവസരങ്ങൾ നാട്ടിലുണ്ടാവും, പുറത്തുണ്ടാവും. അപ്പം അത്തരം അവസരങ്ങളെ അവർക്ക് ലഭ്യമാകണമെങ്കിൽ ഞാൻ ഡിഗ്രിയുള്ള ആളാണെന്ന് പറഞ്ഞുകൊണ്ട് ലഭ്യമാവില്ല. ഏതെങ്കിലും ഒരു തൊഴിലിനോട് അഭിരുചി ഉണ്ടായി അത് പഠിച്ച് ഏത് സ്ഥാപനത്തിലാണ് തൊഴിൽ, അവർക്ക് ആവശ്യമുള്ള സ്കിൽ എന്താണ് അത് പഠിപ്പിക്കാൻ കഴിയുക എന്നുള്ള രീതിയിലേക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും മാറ്റം വരിക. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് അധ്യക്ഷത വഹിച്ചു. കാട്ടുകാമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ വിശിഷ്ടാതിഥിയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ TS മണികണ്ഠൻ, NK ഹരിദാസൻ, പഞ്ചായത്ത് മെമ്പർമാരായ KT ഷാജൻ മാസ്റ്റർ, ബിന്ദു മനോഹരൻ, പ്രധാനാധ്യാപിക മേഴ്സി മാത്യു, പ്രിൻസിപ്പൽ ജനീർലാൽ എന്നിവർ സംസാരിച്ചു. SSK തൃശൂർ DPO KB ബ്രിജി പദ്ധതി വിശദീകരണം നടത്തി. സ്കൂൾ PTA പ്രസിഡന്റ് സാബു ഐനൂർ സ്വാഗതവും പ്രിൻസിപ്പൽ വെങ്കിട്ടമൂർത്തി നന്ദിയും പറഞ്ഞു. നിലവിൽ വിദ്യാർത്ഥികൾക്ക് സോളാർ LED ബൾബ് നിർമ്മാണം, ഗ്രാഫിക് ഡിസൈനിംഗ് എന്നിവയിൽ പദ്ധതിയിലൂടെ പരിശീലനം നൽകി വരുന്നുണ്ട്. കുന്നംകുളം പാറയിൽ സെന്റ് ജോർജ് പള്ളിയിലെ വടക്ക് ഭാഗത്തുള്ള ത്രോണോസിൽ പരിശുദ്ധ എൽദോമാർ ബസേലിയോസ് പിതാവിന്റെ ഓർമ്മ പെരുന്നാൾ ആചരിച്ചു. ഞായറാഴ്ച നടന്ന പെരുന്നാളിന് പ്രഭാത നമസ്കാരവും തുടർന്ന് വിശുദ്ധ കുർബാനയും പ്രത്യേക പ്രാർത്ഥനയും ധൂപാർപ്പണവും നേർച്ചയുമുണ്ടായിരുന്നു. ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ സജയ് ജോസ് നേതൃത്വം നൽകി. വൈദിക സെമിനാരി ദിനത്തിന് പ്രത്യേക പ്രാർത്ഥനയും നടത്തി. കുതിരാൻ തുരങ്കം തുറന്നുകൊടുത്തതു മുതൽ പഴയന്നൂർ പഞ്ചായത്തിലെ എളനാട് മുതൽ വടക്കാഞ്ചേരി വരെയുള്ള മലയോര മേഖലയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാട്ടാനശല്യം നിയന്ത്രിക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് വെൽഫെയർ പാർട്ടി നേതൃത്വം നൽകുമെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി സുലൈഖ അസീസ് പറഞ്ഞു. സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുക, മയിൽ, കുരങ്ങൻ തുടങ്ങിയ ജീവികളെ പിടികൂടി കൂട്ടിലടച്ച് വംശവർദ്ധനവ് തടയുക, മാൻ, പന്നി, മലയണാൻ തുടങ്ങിയ ജീവികളിൽ നിന്നും കൃഷി സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് വെൽഫെയർ പാർട്ടി പഴയന്നൂർ പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. പഴയന്നൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് VA ഷമിയ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ FITU ജില്ലാ പ്രസിഡന്റ് ഹംസ എളനാട്, വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ എളനാട്, CV ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. ചരമം. ആർത്താറ്റ് ഹോളിക്രോസ് റോഡിൽ താമസിക്കുന്ന വാഴപ്പള്ളി ഫ്രാൻസിസ് ഭാര്യ ജാൻസി നിര്യാതയായി. 66 വയസ്സായിരുന്നു. ഫിൻസി, ജിഫി എന്നിവർ മക്കളാണ്. സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് ആർത്താറ്റ് ഹോളിക്രോസ് ദേവാലയ സെമിത്തേരിയിൽ നടത്തും. കേച്ചേരി ചിറനല്ലൂർ വീട്ടിൽ അച്ചുമകൻ ബാബു നിര്യാതനായി. ഷീജ ഭാര്യയും കൃഷ്ണ മകളുമാണ്. സംസ്കാരം നടത്തി. തയ്യൂർ പേരാമംഗലം അന്തോണി മകൻ ഷാജു നിര്യാതനായി. 53 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് തയ്യൂർ നിത്യസഹായ മാതാ ദേവാലയ സെമിത്തേരിയിൽ നടത്തും. സിജി ഭാര്യയും ഷിൻസി, സിസ്റ്റർ അനു എന്നിവർ മക്കളുമാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.